അറിയില്ല. അടുത്ത ആള് കമോൺ ചേച്ചി വാ. ചേച്ചി നോക്കിയിരിക്കുന്നു. ചേച്ചി സിമ്പിൾ. വേണ്ടായിരുന്നു എന്നാണോ? ഡാൻസ് കളിച്ചോ ചുമ്മാ എന്തെങ്കിലും കാണിച്ചോണ്ടിരുന്നു. മിണ്ടാൻ പറ്റൂല. മിണ്ടാൻ പറ്റൂല. ഡാൻസ് ഓൺലി ഡാൻസ്. കുറച്ച് ബാക്കോട്ട് കളിച്ചോ. സ്റ്റെപ്പ് കളിച്ചോ. ഓൺലി ഡാൻസ്. ചേട്ടാ ഇത് കാണിച്ചോ. നെക്സ്റ്റ് വേർഡ്സ് പറയാൻ പാടില്ല. സ്റ്റെപ്പ് മാത്രമേ പാടൂ. ഡാൻസ് പോലെ കാണിച്ചോ. കമോൺ ഡാൻസ്. ഇത് അന്താക്ഷരിയല്ല. സ്റ്റെപ്പ് ഓർമ്മയില്ല. ഓക്കെ സാരല്ല, നമുക്ക് അടുത്തയാളെ പിടിക്കാം. വേണ്ട, വന്നവര് വേണ്ട. വേറെ ആരാ? ചേച്ചി വാ. പറഞ്ഞു കൊടുക്കരുതേ, ആരും പറഞ്ഞു കൊടുക്കരുതേ. കള്ളക്കളി ഞാൻ കണ്ടുപിടിക്കും. പക്ഷെ അത് കാണിച്ചാലല്ലേ. അത് തന്നെ. ചേച്ചിനെ കൊണ്ട് പറ്റും. ഏത് ഒല്ലുല്ലേരിയാണോ? നിങ്ങൾ പറഞ്ഞു കൊടുത്തോന്ന് ചെറിയൊരു സംശയമുണ്ട് എനിക്ക്. ഓക്കെ, സോ ലാസ്റ്റ് സെഗ്മെന്റ്. ഓക്കെ, മനസ്സിലായില്ല പിള്ളേരാ. നെക്സ്റ്റ് രഞ്ജിനി ചേച്ചി കമോൺ. ഇത് ചേച്ചി പറയും. നിങ്ങൾ ഒരു സെക്കൻഡിനുള്ളിൽ ഇത് മനസ്സിലാക്കി. മിണ്ടാതിരിക്കരുത്. എന്തെങ്കിലും ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ സെഗ്മെന്റ് കഴിഞ്ഞു. അതെ ആ കുട്ടി പറയട്ടെ. നമ്മളുടെ ഈ സെഗ്മെന്റ് കഴിഞ്ഞു. ബട്ട് നെക്സ്റ്റ് ടൈം ഞാൻ വരും. അപ്പൊ ഇതൊന്നല്ല, ഞാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് വരും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ശേഷിമായ. നിങ്ങളൊക്കെ അടിപൊളി വൈബാണ്. എപ്പോഴും ഇതുപോലെ അടിപൊളിയായിട്ട് ചില്ലായിട്ട് ഇരിക്കുക. നെക്സ്റ്റ് ടൈം നമുക്ക് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്കിനി ഒന്ന് മാറി നിന്ന് ഇച്ചിരി നേരം സംസാരിച്ചാലോ? ഞാൻ ടീച്ചറിനെ കുറച്ചു നേരത്തേക്ക് ഒന്ന് കൊണ്ടുപോവാണ്. അല്ല, അവിടെ നിന്ന് ഓഫീസിൽ നമുക്കിനി ഓഫീസ് ഒക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പൊ നമ്മളൊരു പവർ പാക്ക് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ക്ഷേത്രയുടെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഇതാണ് ക്ഷേത്രയുടെ ഓഫീസ്. എന്റെ കൂടെ ഇരിക്കുന്നത് ക്ഷേത്രയുടെ എല്ലാമായ രഞ്ജിനി ചേച്ചി. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ സെഷൻ? നല്ലായിരുന്നു. ആക്ച്വലി സ്റ്റുഡൻസിനും കുറച്ച് എൻഗേജിംഗ് ഒക്കെ ആയിരുന്നു. അതെ, അവർക്കും ഇതൊരു എക്സ്പീരിയൻസ് ആണ്. അയ്യോ, അടിപൊളിയായിരുന്നു. ഇവിടുത്തെ സ്റ്റുഡൻസിനെ പറ്റിയും പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും ഫുൾ ഫണ്ണാണ്, ഭയങ്കര എനർജിയാണ് എല്ലാവർക്കും. ഞാൻ ക്ഷേത്രയുടെ കാര്യത്തിലേക്ക് വരും. എങ്ങനെയാണ് ഈ ക്ഷേത്രം തുടങ്ങണം എന്ന് ഇൻസ്പയർ ആയിട്ട് ഒരു റീസൺ എന്താണ്? അല്ലെ, ക്ഷേത്രം തുടങ്ങുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മൾ ചെറുപ്പത്തിലേ അങ്ങനെ ഡാൻസ് പഠിച്ച് വന്ന ആളല്ല. ചെറുപ്പത്തിൽ പഠിച്ചു, പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ 10th ഒക്കെ വരുമ്പം സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് ആക്ച്വലി പഠിക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ലിറ്ററേച്ചർ ആയിരുന്നു ആദ്യം എടുത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ അരങ്ങേറ്റം ചെയ്തതും ആ സമയത്താണ്. അപ്പം ഞാനേ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. അപ്പം ഇതേമാതിരി എന്താ പറയുക, ഈ നമ്മുടെ സ്റ്റഡീസിൻ്റെ കൂടെ ഇടയ്ക്ക് നിർത്തി വെക്കേണ്ടി വന്ന കുറേ ലേഡീസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പം എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഞാൻ തന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പം. പക്ഷെ ഇവിടെ കൂടുതലും അങ്ങനത്തെ ലേഡീസ്. ഇപ്പം എൻക്വയറീസ് വരുമ്പോഴും അവർ പറയണതെന്ന് വെച്ചാൽ ഞാൻ 10th സ്റ്റാൻഡേർഡ് വരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിർത്തി എനിക്കിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യണം, ഞാൻ എന്താ ചെയ്യേണ്ടത്. അങ്ങനെ വന്നവരാണ് ഇവിടെയൊക്കെ. അപ്പോൾ കുറേ പേര് ക്ലാസിക്കൽ സീരിയസ് ആയിട്ട് പഠിക്കുന്നവരുണ്ട്. പിന്നെ ക്ലാസിക്കൽ പറ്റാത്തവരാണെങ്കിൽ സെമി ക്ലാസിക്കലുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ്, അല്ലെങ്കിൽ എനിക്കൊന്ന് മൂവ് ചെയ്യണം. പിന്നെ ഒന്ന് സ്ട്രെസ്സ്, മെയിനായിട്ട് എല്ലാവരും പറയണമെന്ന് വെച്ചാൽ വർക്ക് സ്ട്രെസ് അല്ലെങ്കിൽ വീട്ടിലെ സ്ട്രെസ്സ് ഇവിടെ വരുമ്പോഴാണ് അവർക്ക് ആ ഒരു 1 hour അത് മറന്നു. ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതിലൂടെയൊക്കെ തന്നെ നമ്മളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കാരണമാണ് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് പ്ലാൻ ചെയ്തത്. പിന്നെ അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ലേഡീസിനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു.
പക്ഷെ അത് കൂടുതലും പിന്നെ ലേഡീസിനായിരുന്നു കൂടുതലും ഇവിടുത്തെ ക്ലാസ്സസ് ഒക്കെ. പക്ഷെ എന്നാലും സ്റ്റിൽ ഇവിടെ നമ്മുടെ യങ് ക്രൗഡും ഉണ്ട്, പിള്ളേരും ഉണ്ട്. അങ്ങനെ IBS ഒരു ഡാൻഡിയുടെ സെഷൻ ചെയ്തിട്ടില്ലായിരുന്നു, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഈ വർഷത്തെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ദാണ്ടിയ ഒരു വർക്ക്ഷോപ്പ്, കംപ്ലീറ്റ്ലി വർക്ക്ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് 1 hour ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവർക്ക് കുറച്ച് മൂവ്മെന്റ്സ് പഠിക്കണം, സോങ്ങിന്റെ കൂടെ ചെയ്യണം, പിന്നെ ഒരു ജാമിങ് സെഷൻ മാതിരി ചെയ്യണം. പറഞ്ഞാൽ അവരും ഈ ഓഫീസും വർക്കും അവര് കുറെ എനിക്ക് റിവ്യൂ കിട്ടിയ ഭയങ്കര രസമായിരുന്നു. 1 hour എനിക്കും നല്ല രസമായിരുന്നു. എന്ന് വെച്ചാൽ അവരെ പഠിപ്പിക്കുക, അവര് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ ഒന്നുകൂടി പഠിപ്പിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ആവും. പക്ഷെ രസമായിരുന്നു. എല്ലാരും അത്യാവശ്യം നല്ല എനർജി, കുറെയൊക്കെ ടയർഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പക്ഷെ അവർ ആ 1 hour വരെ അവർ നിന്നു. ലാസ്റ്റ് ആ ജാമിങ് സെഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. ഈ നിൽക്കുന്ന ആള് ചെറിയ പുള്ളി എന്നല്ല, ഒരു സോളോ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു ബാലി പോയിട്ട് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ചേച്ചിക്ക് സോളോ ട്രിപ്പ് ആണോ ഇഷ്ടം? ഞാൻ അങ്ങനെ സോളോ ട്രാവലർ ആയിട്ട് തുടങ്ങിയൊന്നുമല്ല. ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതേ ലേറ്റ് ആയിട്ടാണ്. ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ എനിക്ക് എന്തോ അങ്ങനെ ഒന്ന് സോളോ ചെയ്ത് നോക്കണം എന്ന് തോന്നി. പക്ഷെ ചെയ്തപ്പം ബെസ്റ്റ് സോളോ ട്രാവലാണ്. അത് എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ലേഡീസ്. നമുക്ക് സേഫ് ആയിട്ട് പോകാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ബാലി തന്നെ, ഞാൻ ബാലി പോകുമ്പോൾ എല്ലാവരും ചോദിച്ചത് ഹണിമൂൺ സ്പേസ് ആണ്, പിന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നത്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഒറ്റയ്ക്ക് പോയാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ സേഫ് ആയിട്ടുള്ളൊരു ആരെങ്കിലും ഇപ്പൊ ട്രാവൽ കമ്പനി അങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി സേഫ് ആയിട്ടായിരിക്കും. പിന്നെ നമുക്ക് ഇങ്ങനെ കുറെ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഒന്ന് പരീക്ഷ നോക്കാം. നമ്മൾ ഈ പറയുന്ന ഒരു ബാഗ് എടുത്ത് ഇറങ്ങുക, എനിക്കൊരു പ്ലാൻ ഉണ്ട്. അത് ഗ്രാജുവലി ആദ്യം സേഫ് സൈഡ് അങ്ങനെ പോയിട്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. ഐ എം സോ പ്രൗഡ് ഓഫ് യു. ബിക്കോസ് ഞാൻ ചേച്ചിയുടെ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചേച്ചി പ്രത്യേകം പറയുന്നുണ്ട് എല്ലാ സ്ത്രീകൾക്കും അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി വേണം, അതിനും കൂടി ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ക്ഷേത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഐ എം സോ പ്രൗഡ് ഓഫ് യു. ഇതുപോലെ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക്